ഭാരതമാതാവിനെ കണ്ടാൽ അറയ്ക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതാ ഒരു ചുട്ട മറുപടി. വിപിൻ കുടിയെടുത്ത് എഴുതിയ ഈ ആർട്ടിക്കിൾ ചോറിങ്ങും കൂറങ്ങുമായി കഴിയുന്ന ഓരോ ചൈനയുടെ മക്കളും അറിഞ്ഞിരിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചിത്രം നിരോധിക്കാനായിട്ടില്ല, പിന്നല്ലേ ദ്രൗപദി മുർമു എന്ന ധീരവനിത പ്രസിഡന്റായിട്ടുള്ള ഭാരതത്തിൽ എന്ന ശക്തമായ പ്രസ്താവനയിൽ കൊണ്ട് നിർത്തുകയാണ് ഈ ലേഖനം വായിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ 1902 പ്രകാശനം ചെയ്ത യോഗം നിയമാവലിയുടെ മുഖവുരയിൽ പ്രസ്താവിച്ചത് ഇപ്രകാരമാണ്: ഇന്ത്യയെ ഉയർത്താൻ മതത്തിന്റെ കൈപ്പടി ആവശ്യമാണ് എന്ന വിവേകാനന്ദ പ്രഖ്യാപനം ഉത്കൃഷ്ടമായ ഒരു ഉപദേശം എന്നാണ്. വിവേകാനന്ദ സ്വാമിജിയുടെ അതേ പാത തന്നെയാണ് ഗുരുദേവനും സ്വീകരിച്ചത്. മനുഷ്യനിൽ ആധ്യാത്മികത മാത്രമേ ഭേദവിചാരം ഇല്ലാതാക്കൂ എന്ന് എല്ലാ ഭാരതീയ ചിന്തകരും ഋഷിമാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആനന്ദമഠത്തിലൂടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ചതുർഭുജമുള്ള കാളിയായി കണ്ട് അബനീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ ഭാരതമാതാവിനെ 4 കൈകളുള്ള ദേവതയായിട്ടാണ് ചിത്രീകരിച്ചത്. തമിഴ്നാട്ടിൽ കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് മാസികയായ വിജയയുടെ പുറംചട്ടയിൽ ഭാരതമാതാവിനെ ആലേഖനം ചെയ്തത് നാം ഓർക്കണം. വാരണാസിയിൽ ഗാന്ധിജി ഭാരത് മാതാ ക്ഷേത്രം തുറന്നു നൽകി പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ ക്ഷേത്രത്തിൽ ദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിമകളില്ല. മാർബിളിൽ തീർത്ത ഭാരതാംബയുടെ ഒരു ഭൂപടം മാത്രമേ ഇവിടെയുള്ളൂ. എല്ലാ മതങ്ങൾക്കും ഹരിജനങ്ങൾക്കും എല്ലാ ജാതികൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ലോകോത്തര വേദിയായി ഈ ക്ഷേത്രം മാറുമെന്നും ഈ രാജ്യത്ത് മതപരമായ ഐക്യം, സമാധാനം, സ്നേഹം എന്നിവയുടെ വികാരങ്ങൾക്ക് സംഭാവന നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ പേര് ഭാരത് മാതാ മന്ദിർ എന്നാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, വല്ലഭായ് പട്ടേൽ എന്നിവർ ആ ചടങ്ങിലുണ്ടായിരുന്നു. അരവിന്ദോ പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ വ്യക്തിക്കും ഒരു ആത്മാവുണ്ട്. അത് അവന്റെ യഥാർത്ഥ സ്വത്വവും അവന്റെ വിധിയെ കൂടുതലോ കുറവോ പരസ്യമായി നിയന്ത്രിക്കുന്നതുമാണ്. അതുപോലെ ഓരോ രാജ്യത്തിനും ഒരു ആത്മാവുണ്ട്. അത് അതിന്റെ യഥാർത്ഥ അസ്തിത്വം മൂടുപടത്തിന് പിന്നിൽ നിന്ന് അതിന്റെ വിധി രൂപപ്പെടുത്തുന്നു. അത് രാജ്യത്തിന്റെ ആത്മാവാണ്, ദേശീയ പ്രതിഭയാണ്, ജനങ്ങളുടെ ആത്മാവാണ്, ദേശീയ അഭിലാഷത്തിന്റെ കേന്ദ്രമാണ്, രാജ്യത്തിന്റെ ജീവിതത്തിൽ മനോഹരവും കുലീനവും മഹത്തായതും ഉദാരവുമായ എല്ലാത്തിന്റെയും ഉറവിടമാണ്. യഥാർത്ഥ ദേശസ്നേഹികൾ അതിന്റെ സാന്നിധ്യം ഒരു മൂർത്ത യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. ഭാരതത്തിൽ ഇതൊരു ദിവ്യ അസ്തിത്വമായി ആരാധിക്കപ്പെടുന്നു. കൂടാതെ തങ്ങളുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ ഭാരത മാതാവ് എന്ന് വിളിക്കുകയും അവരുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ദിവസേന പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ യഥാർത്ഥ ആദർശത്തെയും ലോകത്തിലെ അതിന്റെ യഥാർത്ഥ ദൗത്യത്തെയും പ്രതീകപ്പെടുത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അവളാണ്. ഭാരത മാതാവ് എന്ന സങ്കല്പം അത് അബ്രഹാമിക് മതബോധത്തിനോ വിക്ടോറിയൻ പൗരചിന്തകൾക്കോ മാർക്സിയൻ വർഗസങ്കല്പങ്ങൾക്കോ ഒരിക്കലും മനസ്സിലാകില്ല. കാരണം അവർ ദ്വൈതംവാദികളാണ്. അവർക്ക് ആത്മാവ് എന്ത് അറിയില്ല. മനുഷ്യന് ആത്മാവുണ്ടെന്നും ആ ആത്മാവ് പോലെ രാഷ്ട്രത്തിനൊരു ആത്മാവുണ്ടെന്നും അത് നാശമില്ലാത്തതാണ് എന്നുമുള്ള ഭാരതീയ തത്വചിന്ത ഉള്ളവർക്ക് മാത്രമാണ് മാ ഭാരതിയും മാ ഭവാനിയും ഭാരതാംബയും ഭാരതമാതാവും ഒക്കെ മനസ്സിലാകും. അത് ബംഗാളി ബങ്കിം ചന്ദ്ര ചാറ്റർജിയും അബനീന്ദ്രനാഥ ടാഗോറും ഗുജറാത്തി ഗാന്ധിജിയും മറാത്ത തിലകനും പഞ്ചാബി ലാലാ ലജ്പത് റായ്ക്കും ആന്ധ്രക്കാരൻ അല്ലൂരി സീതാരാമ രാജുവിനും ദ്രാവിഡനായ സുബ്രഹ്മണ്യ ഭാരതിയും മലയാളി വള്ളത്തോളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിലൂടെ ദശസഹസ്രം ഭാരതീയർക്കും ആ വികാരം മനസ്സിലലിഞ്ഞിട്ടുണ്ട്. അന്നത്തെ കോൺഗ്രസിന് വന്ദേ മാതരം വിളിക്കാൻ അറിയാം. അന്ന് തിലകനായിരുന്നു നേതാവ്, ഇന്ന് രാഹുലാണ് നേതാവ്. അന്ന് കോൺഗ്രസിന് കൂട്ട് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു, ഇന്ന് മൗദൂദി ചിന്തകൻ ഒവൈസിയാണ്. മാർക്സിസ്റ്റുകൾ അന്നും ഇന്നും ഭാരതം എന്ന സങ്കല്പം പോലും അംഗീകരിച്ചിട്ടില്ല. പിന്നല്ലേ ഭാരതമാതാവ്? നിങ്ങളുടെ എതിർപ്പുകൾ ആര് ഗവനിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചിത്രം നിരോധിക്കാനായിട്ടില്ല, പിന്നല്ലേ ദ്രൗപദി മുർമു എന്ന ധീരവനിത പ്രസിഡന്റ് ആയിട്ടുള്ള ഭാരതത്തിൽ. ഭാരത് മാതാ കി ജയ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.